ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ ആദ്യം തന്നെ കാണിക്കുന്നത് ആൻ്റണിയുടെ ഓഫീസാണ്. ആൻ്റണി ഇങ്ങനെ കൈവേദന എടുത്തിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുവാണ്. അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൻ്റണിയുടെ സഹായി ചോദിക്കുന്നുണ്ട്, ആൻ്റണി ചേട്ടാ വേദനയൊന്നും കുറവില്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എന്തിനാടാ, പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് എനിക്ക് തന്നെയാണ്, ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ല, കുറച്ച് ദിവസം കഴിയട്ടെ, ഇത് തന്നെത്താനെ ശരിയായിക്കോളും എന്ന് പറയുവാണ്. അപ്പോൾ ആൻ്റണിയുടെ സുഹൃത്ത് പറയുന്നുണ്ട്, ഇനി ആ ശരത്ത് ഈ പരിസരത്ത് വരൂലാന്ന് തോന്നുന്നു, മാമനും അളിയനൊക്കെ ഇപ്പം ചേർന്നിട്ടുണ്ടാവും, അവരുടെ വഴക്കൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഇത്രയും നാളും എൻ്റെ കൂടെ നടന്ന് എൻ്റെ പൈസയൊക്കെ അവൻ വാങ്ങി തിന്നിട്ട് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ചേച്ചി സ്നേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. രണ്ടു പേർക്കും കൂടി, ചേച്ചിക്കും അനിയനും അളിയനും എല്ലാവർക്കും ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ ആൻ്റണി പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി ആൻ്റണിയുടെ ഓഫീസിലോട്ട് വരുന്നത്. ആൻ്റണി എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ആൻ്റണിയുടെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി ഓർക്കും പൈസ കാണുന്നത്. എത്ര രൂപയാണ് ശ്രുതിക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് പൈസയൊന്നും വേണ്ട ആൻ്റണി, എനിക്ക് വേറൊരു ഹെൽപ്പാണ് വേണ്ടതെന്ന് പറയുവാണേ. അപ്പോൾ ആൻ്റണി ചോദിക്കും, വേറെ ഹെൽപ്പോ, എന്തായത്? ഞാനന്ന് പറഞ്ഞായിരുന്നില്ലേ എന്നെ ഒരാൾ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നവീൻ, അവൻ ജയിലിൽ നിന്നും ഇറങ്ങി എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയും, അവൻ ഇറങ്ങിയോ, എപ്പോൾ ഇറങ്ങി, അവൻ എങ്ങനെ ഇറങ്ങി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല, അവൻ ഇറങ്ങിയിട്ടുണ്ട്, വീണ്ടും എൻ്റെ അടുത്ത് പൈസക്ക് വേണ്ടി വന്ന് ചോദിച്ച് ടോർച്ചർ ചെയ്യുവാണെന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി ഇങ്ങനെ ശ്രുതിയെ സൂക്ഷിച്ച് നോക്കുവാണേ. പൈസ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞൂടെ നിങ്ങൾക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവനെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ആൻ്റണി എന്ന് പറയുമ്പോഴേക്കും ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ, എന്തും പറഞ്ഞിട്ട്, എനിക്കതാ അറിയേണ്ടത്, അവൻ എന്ത് പറഞ്ഞാൽ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? നിങ്ങളുടെ മുഖത്ത് നല്ല പേടിയുണ്ട്, അപ്പോൾ നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് അവൻ ഈ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ നടത്തുന്നതെന്ന് ആൻ്റണി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണ്, കാരണം ആൻ്റണി തൻ്റെ പേഴ്സണൽ വിഷയങ്ങളൊക്കെ ചോദിക്കുവാണല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ട് ആൻ്റണിക്ക് എന്തിനാന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല, എന്താ ചെയ്യണ്ടേന്ന് പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആദ്യം ചെറിയ ചെറിയ എമൗണ്ട് ആയിരുന്നു അവൻ ചോദിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പം എമൗണ്ട് കൂടിക്കൂടി വരുക, ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവൻ എൻ്റെ ജീവിതത്തിനൊരു വെല്ലുവിളിയാവും, അവൻ എന്തെങ്കിലും ചെയ്യണോ ആൻ്റണി, എന്തെങ്കിലും ചെയ്ത് അവൻ്റെ ശല്യം എനിക്കൊന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറയുവാണ് ഈ ശ്രുതി ആൻ്റണിയോട്. ആൻ്റണി ആണെങ്കിലോ ഇത് തനിക്ക് കിട്ടിയൊരു തുറുപ്പ് ചീട്ടായിട്ട് കാണുവാണ്. എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എനിക്ക് പൈസയൊന്നും വേണ്ട, ശ്രുതി ഇപ്പം ഞങ്ങളുടെ ഒരു റെഗുലർ കസ്റ്റമർ അല്ലേ, പകരം എനിക്കൊരു സഹായം ചെയ്തെന്നാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സഹായമോ, എന്നെക്കൊണ്ട് എന്ത് സഹായമോ ആൻ്റണിക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയും, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു സാധനം വേണമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, സാധനമോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൻ്റണി എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി ചോദിക്കുന്നുണ്ട്, സച്ചിൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയനല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയും, ഹാ അതെ, ഇതൊക്കെ ആൻ്റണിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം, ഇതൊക്കെ എന്നോട് ശരത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ശ്രുതിക്കറിയില്ലല്ലോ ഈ ശരത്ത് ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്നോ ആൻ്റണിക്ക് സച്ചിനോടുള്ള പകയോ ഒന്നും ശ്രുതിക്ക് അറിയാൻ പാടില്ല. ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ട ആൻ്റണി, ആൻ്റണിക്ക് എന്ത് സഹായം വേണ്ടതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നും കുറച്ച് നാൾ മുമ്പ് കുറച്ച് പൈസ മോഷണം പോയില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹാ ബൈക്കിൽ വന്ന് കുറച്ച് പേര് മോഷ്ടിച്ചുകൊണ്ടും പോയതാന്നൊക്കെ പറയുന്നുണ്ട്. അത് മോഷ്ടിച്ചത് ആരാണെന്ന് ശ്രുതിക്കറിയുമെന്ന് ആൻ്റണി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആരാണെന്നറിയില്ല, ഹെൽമെറ്റൊക്കെ വെച്ച് അമ്മക്ക് ആളാരാണെന്ന് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, അത് മോഷ്ടിച്ചത് വേറെ ആരുമല്ല, ശരത്താ, നിങ്ങളുടെ രേവതിയുടെ അനിയൻ ശരത്ത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുകയാണേ. ആൻ്റണി സത്യമാണ് ഈ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, പണ്ടൊരിക്കൽ അവൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴേക്കും നിങ്ങളുടെ അമ്മായിയമ്മ അവനെ കള്ളനെന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്തില്ലേ, അതിൻ്റെ പ്രതികാരം വീട്ടിയത് അവൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമാവാണേ. കാരണം രേവതിക്കും സച്ചിക്കിട്ടും ഒരു പണി കൊടുക്കണമെന്ന് ശ്രുതി കുറേ നാളായി ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ അതിനൊരു കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ശ്രുതിക്ക് സന്തോഷം, ഷോക്കിങ്ങിലാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ വന്നിരിക്കുവാണ്. എന്നിട്ടും ആൻ്റണിയോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ആൻ്റണി ഇത് സത്യമാണെങ്കിൽ ഇത് സത്യമാണ് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ശ്രുതി ചോദിക്കുവാണ്. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഇതാണ് സത്യം, ഇത് നിങ്ങളുടെ സച്ചിക്കും അറിയാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് വീണ്ടും സംശയം, സച്ചിക്കും അറിയാവോ, എന്നിട്ട് സച്ചി? അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഹാ സച്ചിക്കറിയാം, അതുകൊണ്ടാണ് സച്ചി പണ്ട് അവൻ്റെ കൈ ഒടിച്ചതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഓ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി, അതുകൊണ്ടാണല്ലേ സച്ചിക്ക് ശരത്തിനോട് ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കുവാണേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഹാ അവർ തമ്മിൽ അതുകൊണ്ടാണ് ഇതുവരെ മിണ്ടാത്തത്, സച്ചിക്ക് നല്ലോണം അറിയാം, സച്ചിക്ക് നല്ല ദേഷ്യമുണ്ട് ശരത്തിനോടെന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ടേ. ശ്രുതിക്കാണെങ്കിൽ നല്ല സന്തോഷം. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഹാ അതൊക്കെ ശരി,
പക്ഷേ അതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നവീൻ്റെ കാര്യം ഞങ്ങളേറ്റു, അവൻ്റെ ശല്യം ഇനി ശ്രുതിക്കുണ്ടാവില്ല. പകരം ശ്രുതി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ശരത്ത് മോഷ്ടിക്കുന്ന വീഡിയോ, ഒരു CCTV വിഷ്വൽസ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറയുവാണ്. ശ്രുതി പറയും, ഞങ്ങളുടെ വീട്ടിലോ? ആൻ്റണി എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ആ വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടെന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതിക്ക് അത് വീണ്ടും ഒരു ഷോക്കാവുകയാണ്. ആൻ്റണി പറയുന്നുണ്ട്, നിങ്ങൾ അതെടുത്ത് റിലീസ് ചെയ്യണം എന്ന് പറയുവാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ശ്രുതി ചോദിക്കും, റിലീസ് ചെയ്യണമെന്നോ? ഇത്രയും നാൾ ആ സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, എന്നിട്ട് ഇപ്പോൾ അത് റിലീസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നവീനായിട്ടുള്ള ഇഷ്യൂവിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളും അറിയണ്ട. ഇതിൽ വേറൊരു വിഷയമുണ്ട്, നിങ്ങൾക്ക് ഈ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നവീൻ്റെ ശല്യം പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ആൻ്റണി ഉറപ്പ് കൊടുക്കുവാണേ. ശ്രുതി കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നിന്ന ശേഷം പറയുന്നുണ്ട്, ശരി ആൻ്റണി, ഞാൻ ചെയ്തു തരാമെന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. അവിടെ രേവതി ഇങ്ങനെ ടേബിളൊക്കെ തുടച്ചിരിക്കുന്ന ടൈമിൽ ശ്രീകാന്ത് വർഷയും കൂടി ജോലി കഴിഞ്ഞ് വരുവാണ്. രേവതിയുടെ തലയിൽ ഈ കെട്ട് കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഷോക്കാവാണ്. രേവതി ചേച്ചി, ഇതെന്തു പറ്റി? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഹേ അതൊന്നുമില്ല, ഒന്ന് വീണതാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് വർഷ പറയും, വീണതോ? തലയിൽ ഇത്രയും വലിയ പൊട്ടലും വെച്ചിട്ട് രേവതി ചേച്ചി എന്തിനാ ഈ പണിയൊക്കെ എടുക്കുന്നത്? റെസ്റ്റ് എടുത്തൂടെ? എന്താ പറ്റി രേവതി ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി, അത് പിന്നെ വർഷേ. അപ്പോഴേക്കും സച്ചി വരുവാണേ. ശ്രീകാന്ത് നീ വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇത്? രേവതി ചേച്ചിക്ക് സുഖമില്ല, എന്നിട്ടും രേവതി ചേച്ചിയെ കൊണ്ട് പണി എടുപ്പിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പോവാണോ? ഞാൻ അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ, അവൾ കേൾക്കണ്ടേന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇവിടെ ഒന്ന് തുടച്ചിടാന്ന് ഓർത്ത് സച്ചിയേട്ടാ, അല്ലാതെ ഞാൻ പണിയൊന്നും എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ആദ്യം കാര്യം പറ, എങ്ങനെയാ വീണതെന്ന് പറയാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, താഴെ ഒരു പഴത്തൊലി കിടക്കുന്നുണ്ടായിരുന്നു, അത് നോക്കിയും കൊണ്ട് നടക്കാത്തതുകൊണ്ട് അവൾ അതീ ചവിട്ടി തെന്നി വീണതാന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ വരുവാണ്, എന്താടാ പഴത്തൊലി ചവിട്ടി തെന്നി വീണെന്നോ? നീ എന്നോട് പറഞ്ഞത് ഈ കാരണമല്ലല്ലോ. അപ്പോൾ തന്നെ സച്ചി, അത് പിന്നെ അച്ഛാ, നീ എന്നോട് പറഞ്ഞത് വണ്ടിയിൽ നിന്നും വീണതാണെന്നല്ലേ? അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, സച്ചി അവിടെ തപ്പിക്കളിക്കുകയെ, ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ? സച്ചിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കില്ലല്ലോ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. രേവതി വണ്ടി ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, അവളത് കണ്ടില്ല, അതിമേ പോയി ഇടിച്ച് അവൾ വീണ് തലപൊട്ടിയെന്നാണ് നീ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് പഴത്തൊലി ചവിട്ടി വീണമെന്ന്. ഇതിലേതാടാ സത്യം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു. അതിന്നും ഇതിന്നും കുറേശ്ശെ എടുത്തു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, ഇതെന്താ അതിന്നും ഇതെന്നും കുറേശ്ശെ എടുക്കാൻ പറയുന്നത്? ഇതെന്താ വല്ല ബഫേ ആണോ, ഫുഡാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഇവൻ പല സമയത്തും പലതും പറയുന്നത്. രേവതി മോളെ നീ പറ, നീ എങ്ങനെയാ വീണത്? തലയിൽ എങ്ങനെയാ പൊട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ ഞാൻ താഴെ വീണ് പൊട്ടിയതാണെന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അത് ശരി, പക്ഷെ എങ്ങനെയാ വീണത്? പഴത്തൊലി ചവിട്ടി വീണതാണോ അതോ സ്കൂട്ടറിൽ നിന്നും വീണതാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട്, രണ്ടും ഒരു കാരണമാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ ഇത്? അവൻ പറയുന്നത് പോലെ തന്നെയാണല്ലോ മോളും പറയുന്നത്, ഏതെങ്കിലും ഒന്ന് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോകാൻ നേരത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, ഞാൻ ബ്രേക്ക് പിടിച്ച് നിർത്തിയതും താഴെ ഒരു പഴം കിടപ്പുണ്ടായിരുന്നു, ഞാൻ അറിയാതെ അത് ചവിട്ടി തെന്നി വീണു രേവതി പുതിയൊരു കഥയുണ്ടാക്കി പറയുവാണേ. അപ്പോൾ സച്ചി പറയും, അതാ നടന്നത് അച്ഛാന്ന് ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും, നീ എന്താടാ സച്ചി ഇത്രോ സന്തോഷത്തിൽ ഇത് പറയുന്നത്? ഇല്ല അച്ഛാ, അതാ നടന്നതെന്നാണ് ഞാനും ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങനെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിക്ക് ഇത്തിരി സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിച്ചൂടെ? ഇപ്പം നോക്ക്, നല്ല മുറിവുണ്ട് രേവതി ചേച്ചി, വേദന എടുക്കുന്നുണ്ടോ എന്നൊക്കെ വർഷ വിശേഷം തിരക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്തെങ്കിലും ആവട്ടെ, മോള് നല്ലോണം റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഒരു കോള് വന്ന് പുറത്തോട്ട് പോവാണേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര കയറി വരുവാണ്. ചന്ദ്രയുടെ മുമ്പിൽ വർഷയും രേവതിയും വഴക്കാണല്ലോ. അപ്പോഴേക്കും ചന്ദ്രേ നീ വന്നോ എന്ന് രവീന്ദ്രൻ ഇവരെ കേൾപ്പിക്കാൻ വേണ്ടി ചോദിക്കുവാണേ. അപ്പോൾ വർഷയും രേവതിയും തമ്മിൽ തല്ലുപിടിക്കുവാണ്. വർഷ പറയുന്നുണ്ട്, പൊട്ടിയെന്ന് പറഞ്ഞ് ഇനി വീട്ടിലെ പണിയൊന്നും എടുക്കത്തില്ലേ, പോയി പണിയെടുക്ക് രേവതി ചേച്ചി, ഇതൊക്കെ ഒരു അഭിനയമാണെന്ന് എനിക്ക് നല്ലോണം അറിയാമെന്ന് വർഷ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഞാൻ എന്തിനാ അഭിനയിക്കുന്നത്? വർഷ എന്തിനാ എൻ്റെ കാര്യം തിരക്കുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അല്ല ഇത് ഒറിജിനലാണോ അത് അഭിനയമാണോ എന്നൊക്കെ നമുക്കറിയണ്ടേ, എനിക്ക് വിശ്വാസമില്ല രേവതി ചേച്ചിക്ക് അപകടം പറ്റി എന്നുള്ളതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശരിയാ വർഷേ നീ പറഞ്ഞത്, ഈ വീട്ടിലുള്ള ചിലവർക്കൊക്കെ നല്ലോണം അഭിനയിക്കാൻ അറിയാം, പ്രത്യേകം പഠിപ്പിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, എത്ര നാച്ചുറലായിട്ട് അഭിനയിക്കുന്നതെന്ന്
നിനക്ക് അറിയുമെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചി പറയും, രേവതി അമ്മ പറയുന്നത് കേട്ടില്ലേ, നീ നല്ല അഭിനേത്രിയാണെന്ന്, സന്തോഷിക്ക് രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയും, എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, പിന്നെ അഭിനയത്തിൽ നമ്മൾ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ, സ്റ്റാർട്ടിങ്ങിലുള്ള ഒരാളെ ഇങ്ങനെ പൊക്കി പറയുമ്പോഴേക്കും നമ്മൾ സന്തോഷിക്കുന്നുണ്ടേ. അപ്പോൾ ചന്ദ്ര പറയും, നീ എന്താടാ പറയുന്നത്, ഞാനും ഒരു അഭിനയിക്കുകയാണെന്നാണോ നീ പറയുന്നത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലമ്മേ, ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു അഭിനയമാണെന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി വരുവാണേ. ശ്രുതി വന്നിട്ട് രേവതിയുടെ തലയിലെ കെട്ട് കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രേവതിക്ക് എന്ന് പറയുമ്പോഴേക്കും, ഓ അതൊന്നുമില്ല മോളെ, അവൾ ചെറുതായിട്ടൊന്ന് വീണു എന്നൊക്കെ ചന്ദ്ര പറയുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ രേവതി? അപ്പോൾ രേവതി പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് മറുപടിയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി ചന്ദ്രയെ സോപ്പിടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലെ പ്രസാദമൊക്കെ കൊണ്ടുവന്നിരിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു, അവിടുത്തെ പ്രസാദം ഇതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ പൂജാരി ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം നോക്കി, പൂജാരി പറയുക ആൻറ്റിക്ക് ഇനി നല്ല സമയമാണെന്ന് പറയുവാണ്. അപ്പോഴേക്ക് ചന്ദ്ര പറയും, ഹോ അങ്ങനെ പറഞ്ഞു, ആൻറ്റിക്ക് ഇനി വെച്ചടി കയറ്റുമായിരിക്കും, ആൻറ്റിക്ക് ഇനി നല്ല കാലമാണെന്ന് പൂജാരി പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയെ നോക്കി ശ്രുതി പറയുന്നുണ്ട്, രേവതി എനിക്കിപ്പോഴാണ് അത് സത്യമാണെന്ന് മനസ്സിലായത്, കാരണം എല്ലാവരുടെ പേര് പറഞ്ഞ് ഞാൻ നോക്കിച്ചു, എല്ലാവർക്കും നല്ല സമയമാണെന്നാണ് പറഞ്ഞത്, പക്ഷേ രേവതിയുടെ പേര് പറഞ്ഞതും അയാൾ പറഞ്ഞത് രേവതിക്ക് ഇനി കഷ്ടകാലമാണ്, ദുഃഖം നിറഞ്ഞ ദിവസമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് ശ്രുതി പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്ക് രേവതിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ശ്രുതി പറയും, ഞാൻ അപ്പോൾ വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പോൾ രേവതി ഈ തലക്കെട്ടുമായിട്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുവാണേ. രേവതിയുടെ മുഖമൊക്കെ മാറി നിൽക്കുന്ന കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെങ്ങനെയാ പാലറട്ടത്തി സ്വാമിയാർ ഒരാളുടെ മുഖം പോലും കാണാതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ ചിലപ്പോൾ പാലറട്ടത്തിയെ പോലെ ഒരു മരുമോളുള്ള വീട്ടിൽ വേറൊരു മരുമോൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ആ സ്വാമിയാർ അങ്ങനെ പറഞ്ഞതെന്ന് സച്ചി ശ്രുതിക്കിട്ടൻ ഒരു കൊട്ട് കൊടുക്കുവാണ്. ശ്രുതി ശരിക്കും ആൻ്റണി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ, അതോർത്തിട്ടാണ് രേവതിക്ക് ഇനി കഷ്ടകാലമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം സച്ചിയുടെ ഫോണിലുള്ള വീഡിയോ ശ്രുതി ഇനി വൈറലാക്കാൻ പോവാണല്ലോ, അതെങ്ങാനും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രേവതിക്ക് കഷ്ടകാലമായിരിക്കും. കാരണം രേവതിയുടെ അനിയനാണല്ലോ ആ വീഡിയോയിലെ താരം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കുത്തിക്കൊണ്ട് രേവതിയോട് പറയുവാണേ ശ്രുതി. പൊതുവേ തലയിലെങ്ങാനും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് കഷ്ടകാലമാണെന്നാണ് പറയാറെന്ന് ശ്രുതി പറയുമ്പോഴേക്കും സച്ച് പറയുന്നുണ്ട്, പാലരട്ടത്തി ബ്യൂട്ടീഷ്യൻ ജോലിയൊക്കെ വിട്ടിപ്പോൾ ജ്യോത്സ്യം പഠിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കുവാണ്. വർഷയും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? ശ്രുതി ചേച്ചി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ല അവർ പറയുന്നത്, പിന്നെ ആ ജ്യോത്സ്യൻ്റെ നല്ല സമയം എപ്പോഴാണെന്ന് നോക്കാൻ പറ. ശ്രുതി ചേച്ചി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്നാണ് വർഷ പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സ്വാമിയാർ പറഞ്ഞു ഈ രേവതിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിനൊരു വിഷമമായി, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ശ്രുതി പറയുവാണേ. രേവതി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ സച്ചി വീണ്ടും പറയുന്നുണ്ട്, പാലറട്ടത്തിന് വെറുതെ ഓരോന്നും പറയാനും നിൽക്കണ്ട, എൻ്റെ രേവതിയുടെ നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വിടു ശ്രുതി, നീ എന്ത് നല്ലത് പറഞ്ഞാലും അവർ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല, ഏതായാലും എനിക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം, ബാക്കിയുള്ളവർക്ക് എന്തായാലും എനിക്ക് എന്താന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. രേവതിക്കും സച്ചിയുടെയും മുഖം കണ്ട് ശ്രുതി ഇങ്ങനെ സന്തോഷിക്കും ആണ്. കാരണം ശ്രുതിയുടെ വിഷയത്തിൽ എപ്പോഴും പാരയായിട്ട് നിൽക്കുന്നത് ഈ സച്ചിൻ രേവതിയാണല്ലോ, അവരെ പെടുത്താൻ ഒരു വിഷയം തന്നെ ശ്രുതിക്ക് കിട്ടിയിട്ടുണ്ട്, അതെന്തായാലും ശ്രുതി ചെയ്യുമെന്ന് ഉറപ്പാണ്. സച്ചിയുടെ ഫോണിൽ നിന്നും ആ വീഡിയോ എടുത്ത് ശ്രുതി എന്തായാലും റിലീസ് ചെയ്യും. ശ്രുതി അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണേ. സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല ശ്രുതി പറഞ്ഞത് കേട്ടിട്ട്. എന്തു പറഞ്ഞത് കേട്ടിട്ട്? പാലറട്ടത്തി എന്താ വലിയ ജോത്സ്യക്കാരനോ? നീ അത് വിട് രേവതി. പാലറട്ടത്തി അമ്മയെ ഐസ് വെക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞിട്ടും പോയതാ, അമ്മയെ സോപ്പിട്ട് മയക്കിയൊക്കെ ഓരോന്ന് പറഞ്ഞതാ രേവതി, നീ അത് മനസ്സിൽ വെക്കാതെ ഇങ്ങനെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ തല നല്ല വേദന എടുക്കും, ഇപ്പം മര്യാദയ്ക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കുമെന്നൊക്കെ സച്ചി പറയുവാണ് രേവതിയോട്. പക്ഷേ രേവതിക്ക് അതെന്തായാലും മനസ്സിൽ തട്ടിയിട്ടുണ്ട്. രേവതി പറയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാൻ പറഞ്ഞില്ലേ അതന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, പാലരട്ടത്തെ അതൊക്കെ വെറുതെ ഓരോന്ന് പറഞ്ഞതാ അമ്മേനെ ഇതാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ടേ. രേവതിക്ക് എന്നാലും ടെൻഷൻ തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് രേവതി അടുക്കളയിലിരുന്ന് പിറ്റേ ദിവസം പാചകം ചെയ്യുവാണ്. അപ്പോൾ സച്ചി വന്ന് ചീത്ത പറയുന്നുണ്ട്, നിനക്ക് എന്താ രേവതി, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ, അമ്മ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നാലേ അതിൻ്റെ ചീത്തയും കൂടി ഞാൻ കേൾക്കേണ്ടി വരും, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ, ഇതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് പൂ കൊടുക്കാൻ പോകാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, പൂ കൊടുക്കാനോ? എന്തിനാ രേവതി, നീ റെസ്റ്റ് എടുക്ക്, ഈ പാചകം ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ പൂ കൊടുക്കാനും കൂടി പോകുന്നു.
വന്നു. കൊള്ളാലോ, നീ പൂവൊന്നും കൊടുക്കാൻ പോണ്ട, റെസ്റ്റ് എടുക്ക്, ഹെൽമെറ്റ് വെക്കാൻ പോലും പറ്റത്തില്ല, നീ എങ്ങനെയാ വണ്ടി ഓടിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും, അതൊക്കെ ഞാൻ ഓടിക്കും സച്ചിയേട്ടാ, പിന്നെ ഈ വയ്യാത്ത തലയും വെച്ച് നീ ഇനി പൂ കെട്ടിക്കൊണ്ടേ കൊടുക്കാൻ പോകുമല്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കെട്ടിയെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, കെട്ടിയെന്നോ, എപ്പോ? സച്ചിയേട്ടൻ നല്ല ഉറക്കമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു. അപ്പോൾ രേവതി പറയും, എന്തിന്? ഞാൻ അതൊക്കെ കെട്ടിക്കഴിഞ്ഞ സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും, ആ ശരി, ഞാനും ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് ഓട്ടത്തിനൊക്കെ പോകുമ്പോഴേക്കും നീ അറിയാറില്ലല്ലോ, നീയും കിടന്ന് നല്ല ഉറക്കമായിരിക്കില്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ അറിയാറുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അറിയാറുണ്ടെന്നോ? പിന്നെ അല്ലാതെ, സച്ചിയേട്ടൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ട്രിപ്പിനെ പോകുമ്പോഴേക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ സ്നേഹമൊക്കെ കണ്ടിട്ട് സച്ചിയുടെ കണ്ണ് നിറയുവാണേ. അപ്പോഴേക്കും വർഷ കോഫിയും ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വർഷക്ക് കോഫി ഇട്ട് കുടിച്ചാൽ എന്താ, രേവതിയെ കൊണ്ടിന് എടുപ്പിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അല്ല രേവതി ചേച്ചി അടുക്കളയിൽ നിൽക്കുന്നത് കൊണ്ട് അവൾ ഇതിൻ്റെ അപ്പുറം പൂവും കൂടി കൊടുക്കാൻ പോകുക, ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എന്തിനാ രേവതി ചേച്ചി, റെസ്റ്റ് എടുത്തൂടെ, പൂവൊക്കെ കൊടുക്കുന്നത് എന്തിനാ? അപ്പോൾ രേവതി പറയും, കല്യാണ സീസൺ അല്ലേ, ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാൻ പോവാ വർഷയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ കാറിൽ കയറി നമുക്ക് പോകാം ഒന്നിച്ച് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ രേവതി പറയും, ഹേയ് അപ്പോൾ സച്ചിയേട്ടൻ്റെ ഓട്ടോ ഒക്കെ പോകില്ലേ? അതൊന്നും സാരമില്ല, നിനക്ക് ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല, എൻ്റെ കാറിൽ കയറി ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുമ്പോഴും രേവതി സമ്മതിക്കുന്നില്ല. അവസാനം സച്ചി പറയുന്നുണ്ട്, എന്നാൽ ശരി, മീറ്ററിൽ കാണിക്കുന്ന കാശ് നീ എനിക്കിതാ, അപ്പം എൻ്റെ ട്രിപ്പും പോകില്ല, നിൻ്റെ ഓട്ടോ നടക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഹാ അത് കൊള്ളാലോ, വർഷം പറയും, അത് നല്ല ഐഡിയ, അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെല്ലുന്നൊക്കെ പറയുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.